നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒന്നാമത്തെ മണിക്കൂറിൽ തന്നെ CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അഭൂതപൂർവമായ ഉരുൾപൊട്ടലാണ് CPMന്റെ ഏറ്റവും ശക്തിയുള്ള ജില്ലയായ കണ്ണൂരിൽ സംഭവിച്ചത്. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ആരോപണ വിധേയനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്താൽ. MV ഗോവിന്ദൻ മാസ്റ്റർ അതിൽ വലിയ വിപുലമായ പ്രതികരണം നടത്തിയിരുന്നില്ല. ഇന്ന് നമ്മോടൊപ്പം തത്സമയം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. പക്ഷേ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ CPIMന്റെ ഏറ്റവും ശക്തിയുള്ള ജില്ലാ ഘടകമാണ്. അത് കേഡർ സ്ട്രെങ്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്മിറ്റികളുടെ കാര്യത്തിലാണെങ്കിലും അന്നൊക്കെ നോക്കുമ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് 1-ാം നമ്പർ ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലയിലെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു സീനിയർ നേതാവ്, 50 കൊല്ലം CPIMന്റെ നേതാവായിരുന്ന വ്യക്തി പാർട്ടിക്കെതിരെ വിമതനായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് അഭൂതപൂർവമാണ്. ഇതൊരു ഭൂകമ്പമാണോ പാർട്ടിയിൽ? ഒരു ഭൂകമ്പമില്ല. TK ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് വിചാരിക്കുന്നു? അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. പാർട്ടിക്കകത്ത് ഇങ്ങനെ തെറ്റായ നിലപാടുകളും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉയർന്നു വരും. അത് ശരിയായ നിലയിൽ പാർട്ടി കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ണൂരിനെ നോക്കൂ. പയ്യന്നൂർ ഇതുവരെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലം. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാണ്, കോൺഗ്രസ് പിന്തുണയ്ക്കും. തളിപ്പറമ്പ് CPMന്റെ മറ്റൊരു കോട്ടയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവിടെ മത്സരിക്കുന്നു, കോൺഗ്രസ് പിന്തുണയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇതുവരെ CPIMന്റെ കോട്ട കൊത്തളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അത്ഭുതമുണ്ട്. അത് രണ്ട് സ്ഥലത്തും CPIM ശക്തിയായ രീതിയിൽ മുന്നോട്ട് പോകും, ജയിക്കുകയും ചെയ്യും. അല്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ കേന്ദ്രമാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പാർട്ടി കേന്ദ്രത്തിലും തെറ്റായ ചില പ്രവണതകളുണ്ടെങ്കിൽ ആ പ്രവണതയ്ക്ക് വഴങ്ങുകയല്ല ചെയ്യുക. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അത് പയ്യന്നൂരും അത് തന്നെയാണ്, തളിപ്പറമ്പും അത് തന്നെയാണ്. രണ്ട് വിഷയങ്ങളും പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പരിശോധിച്ചാൽ ഇന്നലെ അവിടെ TK ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭാര്യയെ മത്സരിപ്പിക്കലാണോ എന്നുള്ളതാണ്. കമ്മിറ്റികളുടെ വികാരം മറികടന്ന് ഒരു സ്ഥാനാർത്ഥിയെ തളിപ്പറമ്പിൽ മുകളിൽ നിന്ന് തീരുമാനിച്ചോ? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. എല്ലാം തീരുമാനിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെയാണ്. അല്ല, ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം അധ്യക്ഷനായാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. അത് ഞാനും പങ്കെടുത്തതാണ്. അതെ, അദ്ദേഹം അധ്യക്ഷനായി ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ വേർഷൻ അനുസരിച്ച് ഭൂരിപക്ഷം PK ശ്യാമൾ ടീച്ചറെ മത്സരിപ്പിക്കുന്നതിനെതിരായിരുന്നു. അത് പറഞ്ഞില്ല, തെറ്റായിരുന്നു അത്. അതുപോലെ തന്നെ പ്രാദേശിക ആ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതാണ് പൂർണ്ണമായിട്ട്. മണ്ഡലം കമ്മിറ്റി മുതൽ മണ്ഡലം കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റികൾ, പിന്നെ ജില്ലാ കമ്മിറ്റി, ഇവിടങ്ങളിലൊക്കെ ഉയർന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ഒരു തീരുമാനം വന്നു. അല്ല, തീരുമാനം അങ്ങനെ വേറെ വരിക? അവരെന്നല്ലേ തീരുമാനിക്കുന്നത്? പിന്നെ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം. അത് അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അദ്ദേഹത്തിന് മത്സരിക്കണം. ആ മത്സരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് വിശദീകരണം. ഞാനിതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ജില്ലാ കമ്മിറ്റി ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് മുഴുവൻ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിനപ്പുറം ഒന്നും പറയാനില്ല. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഗോവിന്ദൻ മാഷ് വ്യക്തിപരമായി കേൾക്കുന്ന ആരോപണം കൂടിയാണല്ലോ. അല്ലല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് നിർബന്ധം കൊണ്ടാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചതെന്നാണ് അസംബന്ധം പറയാണ്. അതിനൊന്നും മറുപടിയില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഒരു പാർട്ടി കേഡറെ വിളിച്ച് ചോദിച്ചു, ഘടകത്തിലല്ലേ അഭിപ്രായം പറയേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അങ്ങനെയാണ് പാർട്ടി രീതി. പക്ഷേ ഞാൻ ആവർത്തിച്ച് എനിക്ക് പറയാനുള്ളത് മുഴുവൻ എൻ്റെ ഘടകത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല. ആ കമ്മിറ്റികളിൽ ഉണ്ടാവുന്ന വികാരം പോലും പരിഗണിക്കപ്പെടുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അയാൾക്ക് മാത്രം ബാധകമുള്ളതല്ലോ, ആ ഘടകത്തിലുള്ള മുഴുവൻ ആൾക്കും ബാധകമല്ലേ? അല്ല, അങ്ങനെ ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് അത് ബാധക? അല്ലെ, ജനാധിപത്യ കേന്ദ്രീകരണമുള്ള ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണല്ലോ CPIM. പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ സത്ത ഉൾക്കൊള്ളാതിരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ ഭൂരിപക്ഷ വികാരം അതല്ലെങ്കിൽ ഭൂരിപക്ഷ തീരുമാനം മാനിക്കപ്പെടാതിരിക്കുന്നുണ്ടോ? അതിനെ ഓവർ കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ അല്ല. എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേപോലെയാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അല്ല, വലിയ പ്രാദേശിക വികാരം തളിപ്പറമ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരു വികാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കാര്യമില്ല, നിങ്ങൾ പറയുന്നല്ലോ. വല്ല വസ്തുത 3 തവണ MV ഗോവിന്ദൻ മാസ്റ്റർ പല സമയത്ത് ആയി തളിപ്പറമ്പിൽ നിന്ന് MLA ആവുന്നു. അപ്പോൾ ഈ തവണ സംസ്ഥാന സെക്രട്ടറിയാണ്, സ്വാഭാവികമായിട്ടും മത്സരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ മത്സരിക്കാതിരിക്കുമ്പോൾ കുടുംബത്തിൽ നിന്നൊരാളെയാണോ മത്സരിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ഒരു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഉന്നയിക്കുന്നത് ഗൗരവതരമല്ലേ? അല്ല, അത് അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുള്ള താല്പര്യത്തിലാണ്, വേറെ കാര്യമില്ല. അല്ല, അദ്ദേഹം ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ N സുകന്യയെ മത്സരിപ്പിച്ചുകൂടായിരുന്നോ എന്ന്.
അതെ, അത് തളിപ്പറമ്പിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തീരുമാനിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണല്ലോ, അവരല്ലേ തീരുമാനിക്കുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് എവിടെയാണെന്ന്. അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ല, ജില്ലാ കമ്മിറ്റി എന്നുള്ളത് സംസ്ഥാന സെക്രട്ടറിയുടെ സ്വാധീനത്താൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ കടന്ന് ഒരു തീരുമാനം എടുത്തോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും മറ്റൊരു പേരും സംസ്ഥാന സമിതിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് അത് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടാണ്, ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വിപുലമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ പയ്യന്നൂർ എടുത്താൽ ഇവിടെ ടി ഐ മധുസൂദനൻ മത്സരിക്കേണ്ടതില്ല എന്ന നിലയിലുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വികാരവും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കുന്നു. അപ്പോൾ പാർട്ടി കേഡർമാർക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന വികാരങ്ങളൊന്നും പാർട്ടി പരിഗണിക്കില്ല എന്നാണ്. നിങ്ങൾ പലതും കേൾക്കുന്നുണ്ടാവും, ആ കേട്ടതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ളോ തീരുമാനം എടുത്തിട്ടുണ്ടാകുക. ഒരു വികാരവും പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? അവിടെയുള്ള പാർട്ടി ഘടകമാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഒരാളല്ലല്ലോ, രണ്ടാളോ മൂന്നാളല്ലോ. ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റാണ്, അവരാണ് നിർദ്ദേശം വെക്കുക, ചർച്ച ചെയ്യുക, സ്റ്റേറ്റ് കമ്മിറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, സ്റ്റേറ്റ് കമ്മിറ്റി അത് സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയുക, അവിടെ വീണ്ടും ചർച്ച ചെയ്യുക. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ഒരു ദിവസം രാവിലെ എങ്ങനെ തീരുമാനിച്ചതല്ല. പക്ഷെ പണ്ടത്തേതുപോലെ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ നോക്കും. പയ്യന്നൂരിൽ കാരവാർഡിൽ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി വിമതനായി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് നമ്മൾ ഈ 3-4 മാസം മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഇനിയും സംഭവിക്കാമല്ലോ. ഒന്നും സംഭവിക്കില്ല. പയ്യന്നൂർ പോലെ ഒരു ഇടത്ത് പയ്യന്നൂർ പോലുള്ള ഇടത്തും അതുപോലെ തളിപ്പറമ്പ് പോലുള്ള ഇടത്തും പാർട്ടിയും സംഘടനയും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇന്നലെ പറഞ്ഞ വേറൊരു വിഷയം കൂടിയുണ്ട്. അത് ഈ പയ്യന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് ശരിയെന്ന് വേറൊരാൾ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖരായ ആളുകൾ. അപ്പോൾ ആര് പറഞ്ഞതാണ് ശരിയെന്ന് അയാൾ ഇന്നലെ സാക്ഷ്യപ്പെടുത്തുന്നല്ല ഇത്, അങ്ങനെയാണ് കുഞ്ഞീഷൻ പറയുന്നതെന്ന് പറഞ്ഞു. അല്ല, ജനങ്ങൾ അതാണ് വിശ്വസിക്കുന്നതെന്നും പറയുന്നു. ഇതൊക്കെ ഒരു പ്രതിസന്ധിയുടെ രൂപത്തിൽ സാധാരണ നിലയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആ ടോപ്പ് ഗിയറിലേക്ക് എത്തേണ്ട സമയമായി. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ സംസ്ഥാനത്ത് പാർട്ടിയാകെ മുന്നണിയാകെ ബാധിക്കുന്ന നിലയില്ലേ? ശക്തി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ ശക്തി കേന്ദ്രത്തിലും കേരളത്തിലാകുകയും ഫലപ്രദമായിട്ട് പാർട്ടി നിലപാട് സ്വീകരിച്ച് അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതിൽ നിങ്ങൾ ഉൾക്കൊണ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ല, ഇതിപ്പോ പുറത്തുനിന്നായിരുന്നെങ്കിൽ അതാ കാര്യം. ശരി, ഇപ്പൊ നോക്കൂ, പുറത്തുനിന്നായാലും അയാൾ പുറത്തന്നെ അല്ലേ? ഇന്നലെ വരെ അകത്തായി, ഇന്നലെ അകത്തായിരുന്നു, ഇന്ന് പുറത്താണല്ലോ. ഇന്ന് പുറത്താണ്. അകത്തിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നാണ് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി ചേർന്ന് പുറത്താക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇപ്പൊ നോക്കൂ, കെ ശൈലജ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉള്ള ആളുകൾ ചോദിക്കുന്നു, കെ ശൈലജയെ പേരാവൂരിലേക്ക് അയച്ചത് എന്താണ്? ഇന്നലെ അത് ഗോവിന്ദ മാഷും ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്ത് പിടിച്ചെടുക്കാനായിരുന്നെങ്കിൽ വേറെ ആളുകളെയും അയക്കാമല്ലോ, മറ്റാരുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഒരാളെ മാറ്റുന്നത് അയാളെ നാടുകടത്തലായി സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കപ്പെടില്ലേ? നിങ്ങൾ സ്വാഭാവികമായിട്ട് വ്യാഖ്യാനിച്ചതിൽ കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ കൃത്യതയോടുകൂടിയാണ് തീരുമാനമെടുത്തത്. അതായത് 2 ടേം ഒരേ സ്ഥലത്ത് തന്നെ മത്സരിച്ച് ജയിച്ച ഒരാളെ വളരെ ഫലപ്രദമായ രീതിയിൽ ജയിക്കാൻ മറ്റുള്ള ആളുകൾക്കും സാധിക്കുന്ന ഒരു മേഖല, ഒരു മണ്ഡലം, ഞാൻ പറഞ്ഞു കേട്ടെ അങ്ങനെ ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് പണ്ടേ നമ്മൾ തീരുമാനിച്ചത്. ഇപ്രാവശ്യം അത് തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ കേഡറെ കണ്ടെത്തി, പ്രത്യേകിച്ച് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണത്, ആ മണ്ഡലത്തിൽ അവരെ പരിഗണിക്കുന്നു, അദ്ദേഹത്തെ പരിഗണിക്കുന്നു, ആ സഖാവിനെ പരിഗണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് ജയിക്കുകയും ചിലപ്പോൾ തോൽക്കുകയും ചെയ്തിട്ടില്ല, 2 പ്രാവശ്യം ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് പേരാവൂർ. പഴയ മണ്ഡലം ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. ആ പേരാവൂർ മണ്ഡലത്തിൻ്റെ അകത്തുള്ള നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച്, ശൈലജ ടീച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ലയിൽ സംസ്ഥാനത്ത് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിനെ മത്സരിപ്പിച്ച് ജയിക്കുക, പിടിക്കുക, ആ മണ്ഡലം പിടിക്കും പേരാവൂർ. ആ കാര്യം മറ്റാർക്കും ബാധകമാക്കിയിട്ടില്ല. ഇപ്പൊ നോക്കൂ, പിണറായി വിജയൻ ഏത് പാർട്ടി കേഡർ നിന്നാലും ജയിക്കുന്ന ധർമ്മടത്താണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. പിണറായി വിജയന് കേരളത്തിലെ PB മെമ്പർമാരിൽ ഒരാളെ മാത്രമേ മത്സരിപ്പിക്കുന്നുള്ളൂ. അത് പിണറായിയാണ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, വേറെ പ്രമുഖരായ നേതാക്കളൊന്നും അവരുടെ സേഫായിട്ടുള്ള നിലവിലുള്ള മണ്ഡലം മാറി എന്നാൽ ആ മണ്ഡലം പിടിക്കട്ടെ എന്ന് വിചാരിച്ചു പോകുന്നില്ല. ഏറ്റുമാനൂരിൽ VN വാസവൻ കോട്ടയം പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തോപ്പിക്കാം എന്ന് വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഓരോ ഏത് മണ്ഡലം എടുത്താലും ഇപ്പം MP രാജേഷിനെ തൃത്താലെന്ന് മാറ്റി പാലക്കാട് ജയിക്കാം എന്ന് തീരുമാനിക്കുന്നത് കാര്യത്തിൽ മാത്രമാണ് അത്. താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ശൈലജ ടീച്ചർ കണ്ണൂർ ജില്ലയിലാണ്,
കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനമായിട്ട് ജയിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് മത്സരിച്ചത്. ഇതിന് മുമ്പും ജയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ തോറ്റിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ KPCCയുടെ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ശൈലജ ടീച്ചർ നിർത്തിയിട്ടുള്ളത്. അതായത് KPCC പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ CPM-ൽ നിന്ന് സാധിക്കുന്ന ഒരേ ഒരു സ്ഥാനാർത്ഥി. അതെ, ആണ്. അപ്പോൾ ഒതുക്കിയതല്ല. അല്ല, ഒതുക്കലിനെ കുറിച്ച് വേറെയും നിങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഞങ്ങൾക്ക് UDFന്റെ ഭാഗമായിട്ട് അവരുമായി സംഭാഷണം നടത്തി. അതിന് മുമ്പ് തന്നെ സംഭാഷണം നടത്തി തീരുമാനം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് UDFന്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയുന്ന പോലെയുള്ള ഭാഗം തന്നെ. 4 നൂറ്റാണ്ട് ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി 50 കൊല്ലമായിട്ട് മാഷിന്റെ കൂടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ശേഷമുള്ള കാലത്തിൽ യുവ കാലഘട്ടത്തിലൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയ നല്ല അടിയുറച്ച രാഷ്ട്രീയ ബോധമുള്ള ഒരു കേഡറാണ്. അതൊക്കെ ഞങ്ങൾ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അയാൾക്ക് മത്സരിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ UDFന്റെ അടുത്തേക്ക് പോവുകയും UDFും അവരും തമ്മിൽ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം എടുക്കുകയും ചെയ്തതിനു ശേഷമാണ് പത്രസമ്മേളനം നടത്തിയത്. മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് മാനുഷികമായ ഒരു കാര്യമാണല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പരുവപ്പെടുത്താൻ, അതല്ലെങ്കിൽ അതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ ഇപ്പോഴത്തെ നേതൃത്വം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? എങ്ങനെ ഡീൽ ചെയ്യണം? പറഞ്ഞ് സംസാരിച്ച് ഇതാണ് സാഹചര്യം എന്ന് ബോധ്യപ്പെടുത്താൻ. ആരൊക്കെ സംസാരിക്കുന്നത്? എല്ലാവരും സംസാരിച്ചു മുമ്പ് തന്നെ സംസാരിക്കാൻ ഇനി ബാക്കി ആരുമില്ല. അല്ല, ഇപ്പൊ നോക്കൂ, G. സുധാകരൻ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. G. സുധാകരനെ പോലെ ഒരാൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാര്യമല്ലാണ്ട് വേറെ എന്താ പറയാൻ? അത്ഭുതം വന്നിരിക്കുന്നത്. CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേഡറായിരുന്ന, മന്ത്രിയായിരുന്ന, MLA ആയിരുന്ന, എത്രയോ കാലം സുദീർഘമായിട്ട് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അതപ്പതനാണ്, അല്ലാണ്ട് അത്ഭുതമല്ല. ആളുകൾ പോകുന്നുള്ള പ്രശ്നം ഇപ്പൊ പുന്നപ്ര VS അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീടിരിക്കുന്ന വലിയ ചൂടുകാടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇത്രയും കാലം പാർട്ടിയുടെ മുഖമായിരുന്ന ഒരാൾ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ടെന്ന് മാഷ് വിചാരിക്കുന്നില്ലേ? കുഴപ്പമില്ല, അദ്ദേഹത്തിനാണ് കുഴപ്പം, പാർട്ടിക്ക് കുഴപ്പം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റൂ. മത്സരിക്കുക എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDF-ഉമായിട്ട് ചർച്ച ചെയ്താൽ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-ഉമായിട്ട് ചർച്ച ചെയ്ത് മത്സരിപ്പിക്കുക അല്ലെങ്കിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്. അല്ല, അത് മാത്രമല്ല, നോക്കൂ, അദ്ദേഹം ഈ മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പുണ്ടായ കാര്യം, അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഒരു വേള പ്രകടമായി തന്നെ, പരസ്യമായി തന്നെ അത് പറഞ്ഞു. പറഞ്ഞു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരു പരിഗണന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു പരിഗണന ഉണ്ടാവില്ല, രണ്ട് പരിഗണന ഉണ്ടാവില്ല. ആ വാചകമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. ഒന്നുമല്ല, അതെല്ലാം വെറുതെ പറഞ്ഞു. അതിന് മുമ്പൊക്കെ ചർച്ച നടന്നു കഴിഞ്ഞതാണ്. അല്ല, അതൊക്കെ ഒന്ന് നിസ്സാരമായി ചിരിച്ചു തള്ളുകയോ? ഇല്ല, ചിരിച്ച അതിനെക്കാട്ടും കുഴപ്പം. അല്ല, അങ്ങനെയല്ല, ഒഴിഞ്ഞു മാറാലോ. ഒരു പരിഗണന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. പരിഗണന ഉണ്ടാവില്ല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാ പരിഗണന പറഞ്ഞ് നടക്കേണ്ട കാര്യം? അല്ല, അത് G. സുധാകരനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് ആകുമ്പോൾ പരസ്യമായി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ? പിന്നെ ഇല്ല, തോന്നിയില്ല. അത് എന്നെ പറ്റി ചോദിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ? ഞാൻ പറയും മത്സരിക്കുന്നില്ല. പിന്നെ ഓരോരാളെ പറ്റി ഓരോരാളെ സംബന്ധിച്ചും ചോദിച്ച് അവസാനമാണ് സുധാകരനെ പറ്റി ചോദിച്ചു. ഞാൻ ഇല്ല പറഞ്ഞു, അത്ര തന്നെ. അത്തരം പ്രതികരണം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും വെറുതെ പറഞ്ഞു. അതിന് മുമ്പൊക്കെ അദ്ദേഹം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, LDF-ന്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ CPM-ന്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ പാർട്ടി ബന്ധുക്കളായിരുന്ന എത്രയോ പേർ അപ്പുറം ഭാഗത്ത് പോയിട്ട് ജനവിധിയാണ്. ഇപ്പോൾ സുരേഷ് VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോഴും പ്രകോപനപരമായി പ്രതികരണം വന്നു. സംസാരിച്ചാൽ ഒഴിവാക്കാവുന്ന പ്രശ്നമൊന്നുമല്ല, ഒരു സൂക്ഷ്മതയും കുഴപ്പമില്ല. അതെല്ലാം അവർ മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറയാൻ വേണ്ടി, വേറെ പോയിന്റില്ല, രാഷ്ട്രീയം പറയാനില്ല, വേറെ ഒരു കാര്യവും പറയാനില്ല. അപ്പോൾ പിന്നെ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകാനാണ് ശ്രമിച്ചു. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഒരു കാര്യം കൊടുത്തില്ല, ഒരു പോയിന്റും കൊടുത്തില്ല. എന്താ പോയിന്റ് കൊടുത്തിരിക്കുന്നത്? ഈ സംസാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഇന്നലെ ഇപ്പോൾ TK ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ തന്നെ ഒരിക്കലും മാഷിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് പാർട്ടിക്കാർക്ക് താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും, പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല എന്ന് നേരിട്ട് തന്നെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെയുള്ള പ്രശ്നം ഇതിലൊക്കെ ഉണ്ടോ? ഇല്ല, അതിലുണ്ട്. ഈ 2-3 സെന്റൻസ് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ G. സുധാകരനൊക്കെ ഇപ്പൊ ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നു. വെറുതെ പറയാണ്, നിങ്ങൾ ബോധപൂർവ്വം ആവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തതാണ്. പിന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും കാതലില്ലാത്ത കാര്യം ചർച്ച കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമല്ല, എന്തൊക്കെയോ നിങ്ങൾക്കെല്ലാം തോന്നുന്നത് യഥാർത്ഥത്തിൽ CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ആലോചനയിൽ
നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുതരം ഗൂഢാലോചന തന്നെയായിരുന്നു. ഇവരോടൊക്കെ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടോ? ആരോട്? ജി സുധാകരൻ ഈ എത്രയോ സംസാരിച്ചിട്ടുണ്ട്. പോവരുത് എന്ന് പറഞ്ഞിരുന്നോ? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പോയതാണ്. അതായത് അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റുള്ളൂ. മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ UDF-ഉമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത്. അല്ലാണ്ട് ആദ്യം ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും, അപ്പോൾ നിങ്ങൾ ഒരാൾ പോവാണെന്നൊരു തോന്നലുണ്ടാവുമല്ലോ, പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നോ? നിങ്ങളെന്താ ചെറിയ കുട്ടികളാണ് മറ്റേ ഇതെല്ലാം ഇങ്ങനെ നടന്നു പോകും. തീ കാണുന്നുണ്ട്, ആ തീൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവുന്ന കാര്യമല്ലേ? ഒരു തിരിച്ചടി ഉണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ കണ്ണൂരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, തളിപ്പറമ്പിലും പയ്യന്നൂരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും മത്സരിക്കാനുള്ള താല്പര്യം കൊണ്ട് കൂടി ആവാം. പക്ഷെ അവരോട് സംസാരിക്കണ്ടേ? അങ്ങനെ ആരും സംസാരിക്കാതിരുന്നതെന്ന് എപ്പോഴും ഇന്നലെ അവസാനം പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ട് നിമിഷം മുമ്പ് വരെ EP ജയരാജൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചില്ല പറഞ്ഞിട്ട് കാര്യമുള്ളത്. MP ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്, EP ജയരാജൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും വഴങ്ങിയില്ല. അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചു പോയതാണ്. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കേഡറായിരുന്ന ആൾ തന്നെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു പോകാമല്ലോ, അത്രേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങൾക്കും മറുപടി ഉണ്ട്, ശരിയായ മറുപടി ഉണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ MLA ആണ്, തളിപ്പറമ്പ് MLA ആണ്. ഇപ്പോൾ മുമ്പ് ജെയിംസ് മാത്യു MLA ആയിരുന്നതുപോലെ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡലം കമ്മിറ്റിക്കകത്ത് അദ്ദേഹം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. അതല്ല ഇന്ന് കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ വിവരവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണക്കും വെച്ചിട്ടുണ്ട്. അത് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ കണക്കാണ്. ഹാപ്പിനെസ് മാത്രമല്ല, മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും കണക്ക് പറഞ്ഞിട്ടുണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ഒരു കണക്കില്ല. എന്ത് കണക്ക് കഴിഞ്ഞാൽ ഉള്ളത് മണ്ഡലം കമ്മിറ്റിക്ക്? അല്ല, സാധാരണ നിലയിൽ അല്ല, മണ്ഡലം കമ്മിറ്റിക്ക് വേറെ എന്ത് കണക്കാണ്? CPM-ന്റെ മണ്ഡലത്തിൽ നടത്തുന്ന ഇപ്പോൾ എവിടെയൊക്കെ MLA ഫണ്ട് ചെലവഴിക്കണം, അതല്ലെങ്കിൽ ഫണ്ടുകൾ എവിടെ കൂടി പാലിച്ചായിരിക്കുമല്ലോ പാർട്ടി തീരുമാനിച്ചില്ല നടന്നത്. അതെ, അത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെറുതെ പറയാണ്, അതല്ലേ പറഞ്ഞത്. അസംബന്ധം അയാൾ മണ്ഡലം സെക്രട്ടറി ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. തെറ്റാ. മണ്ഡലം സെക്രട്ടറി ആണെന്നുള്ള സന്തോഷമാണ് മണ്ഡലം സെക്രട്ടറി. അതുപോലെ എന്തും പറയാന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റ് 3 കൊല്ലം നടത്തി. അപ്പോൾ അതിൽ കുറേ ആളുകളെ പങ്കെടുപ്പിക്കുന്നു, സിനിമക്കാരെയൊക്കെ കൊണ്ടുവരുന്നു. മാഷിന് സിനിമക്കാരുമായിട്ടൊന്നും പരിചയമില്ല, വേറെ ആൾക്കാർ പരിചയം എന്നൊക്കെ പറയുന്നു. അതായിക്കോട്ടെ, എനിക്ക് പരിചയമുണ്ട്. മാഷ് തന്നെ വിളിച്ചിട്ടാണോ സിനിമക്കാരെ? അല്ലേ, എനിക്ക് തന്നെ വിളിക്കേണ്ട എന്ത് കാര്യമുള്ളത്? അവിടെ ഇഷ്ടംപോലെ നമ്മളെ വർക്കേഴ്സില്ലേ, നല്ല പ്രവർത്തകന്മാരില്ലേ. ഏത് പരിപാടി നടത്താൻ വേണ്ടി ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റും ഇല്ലാതെ നടത്താൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഘാടകരില്ലേ, അതിനൊക്കെ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് ഇല്ലേ. 10, 50, 500, 600 ആളുകൾ നമുക്ക് ഇപ്രാവശ്യത്തെ അവസാനത്തെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേടൻ്റെ പാട്ട് ഉൾപ്പെടെ നടത്തിയപ്പോൾ സമാധാനപരമായി ആവേശത്തോട് നടത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഞങ്ങൾക്ക് സാധിച്ചത് അവിടെയാണെന്നാണ് വേടൻ പറഞ്ഞത്. അതുപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്ന സംഘാടക സംവിധാനത്തിൻ്റെ ഒരു കലവറയാണ് തളിപ്പറമ്പ് മണ്ഡലം, അതുപോലെ തന്നെ ആന്തൂർ. അല്ല, അവിടെ സംഘാടനത്തിനൊക്കെ ആളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പിന്നെ പക്ഷേ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ പോലെയുള്ള ഫെസ്റ്റിവലുകൾ നടത്തുന്നു, ഇങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടത്തുന്നു, ഇതിനൊന്നും കണക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ തെറ്റായ കാര്യം. ഇന്നിപ്പോ അതിന്റെ തെറ്റാണെന്ന് എങ്ങനെ ബോധിപ്പിക്കും സമൂഹത്തിൽ? എന്താ കണക്ക് വെച്ചാ പോരെ? ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റി ആദായ നികുതി വകുപ്പിന്റെ എല്ലാം വെച്ചല്ലോ. പിന്നെന്താ, ഇപ്പോ ചെലവഴിച്ച തുക സംബന്ധിച്ച് നൽകുന്ന റിട്ടേൺ അത് ആദായ നികുതി വകുപ്പിന് കൊടുക്കും, അവരത് അക്നോളജ് ചെയ്യും. എല്ലാം കണക്കെല്ലാം വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒറ്റ ഞാൻ പറയും, ഈ ഏറ്റവും അവസാനത്തെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവിടെ ദിനാചരണം ഉണ്ടല്ലോ, ദിനാചരണ പരിപാടിയും കൂടി ചേർന്നിട്ടാണ് നടത്തിയത്. അത് 19-ാം തീയതിയാണ് സമാപിച്ചത്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 19-ന്. 19 കഴിഞ്ഞിട്ട് മാർച്ച് 10-ാം തീയതി അതിൻ്റെ മുഴുവൻ കണക്കും അവതരിപ്പിച്ച് സംഘാടക സമിതി യോഗം, ഞാനാ ചെയർമാൻ, സംഘാടക സമിതി യോഗം ചേർന്ന് കണക്ക് അവതരിപ്പിച്ച് പിരിഞ്ഞു. അദ്ദേഹം ഉണ്ടല്ലോ സംഘാടക സമിതി ഉണ്ട്, അദ്ദേഹം വൈസ് പ്രസിഡന്റ്. സംഘാടക സമിതിയുടെ വൈസ് പ്രസിഡന്റ് തന്നെ കണക്കില്ല എന്ന് പറയുമ്പോൾ അതെ, അദ്ദേഹം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അതിന് പുതിയ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹം സംഘാടക സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. അയാൾ കണക്കില്ല പറയുന്നത് എന്ത് കാര്യമാണ്? കണക്കെല്ലാം അവതരിപ്പിച്ചില്ലേ പിരിഞ്ഞ്? കണക്കെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടക സമിതിയുടെ വൈസ് പ്രസിഡന്റ് പുറത്തിറങ്ങിയിട്ട് കണക്കില്ല എന്ന് പറയുമോ? അപ്പോൾ അത് പറഞ്ഞതെന്താണെന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്, എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം. അതുപോലെ അതാ പറഞ്ഞത്, എന്തെങ്കിലും തോന്നിയ ദിവസം പറയലല്ലേ വേണ്ടത്, കാര്യങ്ങൾ പറയില്ലേ വേണ്ട, അവതരിപ്പിക്കല്ലേ വേണ്ട. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഹാപ്പിനെസ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് 2 ടേം ആദ്യം കഴിഞ്ഞു, ഇപ്രാവശ്യം 3ാമത്തേതാണ്. ആ 3ാമത്തെ ടേമിൽ ഉൾപ്പെടെ എല്ലാ കണക്കും കൃത്യമായിട്ട് പറഞ്ഞ് ഇൻകം ടാക്സ് ഉൾപ്പെടെ കൊടുത്ത് ഫലപ്രദമായ രീതിയിലാണ് അത് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്, ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്.
അതിന് കൃത്യമായ കണക്ക് പാർട്ടീൻ്റെ മുമ്പിലുണ്ട്. ശരി. ഇപ്പോൾ മറ്റൊരു വിഷയം ഉന്നയിക്കപ്പെട്ടത് പി ജയരാജനെ പറ്റിയാണ്. പി ജയരാജനെ അത് പി ജയരാജൻ തന്നെ പറഞ്ഞു വടകരയിൽ മത്സരിക്കാൻ അയച്ചു. പിന്നീട് ബാക്കി മത്സരിക്കാൻ പി ജയരാജൻ അത് ഇന്നലെ തന്നെ പി ജയരാജൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ മറുപടി ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ജില്ലാ സെക്രട്ടറി പദത്തിൽ നിന്ന് നീക്കപ്പെട്ട വേറൊരാളിൽ ഇപ്പോൾ വി ജോയ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുമ്പോൾ താൽക്കാലിക സെക്രട്ടറി വരും, അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറി ആവും. മറ്റൊരു ഇപ്പോൾ എം വി ജയരാജൻ മത്സരിച്ചു കണ്ണൂരിൽ, അപ്പോഴൊക്കെ താൽക്കാലിക സംവിധാനം വന്നു. എന്തുകൊണ്ടാണ് പി ജയരാജന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പി ജയരാജൻ തന്നെ ഇന്നലെ പറഞ്ഞു. ഇനി അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. ഒതുക്കൽ എന്ന കാര്യത്തിൽ പി ജയരാജൻ ഒരാളെ ഒതുക്കേണ്ട കാര്യം എന്തുകൊണ്ടായിരിക്കും ടി കെ മാസ്റ്റർ ഈ പി ജയരാജനെ കൂടി വലിച്ച് എന്റെ പക്ഷത്ത് നിർത്തുന്നത്? അറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയാണ്. ഒരുപാട് ആളുകൾ അല്ല, അതുപോലെ ഇപ്പൊ ശൈലജ ടീച്ചർ, പി ജയരാജൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് ആൾക്കാരെ ഒതുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ക്രക്സ്. ഞങ്ങൾക്ക് CPIM ഒരാളെയും എവിടെയും ഒതുക്കേണ്ട യാതൊരു കാര്യമില്ല. അവരെല്ലാം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തമരായ പാർട്ടി പ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഒരു വേർഡ് എന്നുള്ളത് നോട്ടപ്പുള്ളി എന്നുള്ളതാണ്. ഈ ഇപ്പോൾ ആന്തൂരിലെ വിഷയത്തിൽ ഒരു വിശദീകരണ യോഗം ചേർന്നു. ആ ഈ വിശദീകരണ യോഗത്തിൽ പി ജയരാജൻ, എം വി ജയരാജൻ, അതുപോലെ തന്നെ ഇദ്ദേഹം, ഈ മൂന്നുപേരും പ്രസംഗിച്ചു. നടപടിയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതിന്റെ കാര്യമല്ല ചോദിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നോട്ടപ്പുള്ളികളായി മാറി ഞങ്ങൾ എന്നാണ്. ആര് നോട്ടപ്പുള്ളി? അപ്പോൾ എം വി ജയരാജൻ, പി ജയരാജൻ ഒക്കെ നോട്ടപ്പുള്ളിയാവണ്ടേ? ഞങ്ങൾക്ക് ആരെ നോട്ടപ്പുള്ളിയുണ്ട്? ഒരാളുമില്ല. ഒരു നോട്ടപ്പുള്ളി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു നോട്ടപ്പുള്ളിയില്ല, ഒരാളുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിക്കണം? അപ്പം മത്സരിക്കണമെങ്കിൽ പോയിട്ട് അങ്ങനെ മത്സരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞില്ലാണ്ട് മത്സരിക്കാൻ പറ്റുമോ? ഇപ്പം തളിപ്പറമ്പ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF സാധ്യത കുറഞ്ഞ മണ്ഡലമാണ്. അപ്പോൾ CPM ഒരാളെ കിട്ടിയാൽ അവർ മത്സരിപ്പിക്കും, സ്വാഭാവികമല്ലേ? അതിനിപ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് പറയേണ്ട ആള് ഇവിടെ നിൽക്കുന്ന ആൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു ചാൻസ് വേണ്ടേ പറയാൻ? അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു മാത്രം, വേറെ അടിസ്ഥാനമില്ല. ഇപ്പോൾ മലപ്പട്ടം പോലെ എതിരാളികളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആ മേഖലയിലാണ്. അപ്പോൾ എതിരാളികളില്ലാത്ത ഇടങ്ങളിൽ എതിരാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവില്ല, എതിരാളി അവിടെയുണ്ട്. കൂട്ടത്തിലായിട്ട് ഒരാളായിട്ട് ആൾ നിൽക്കും, അത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്യാമൾ ടീച്ചർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ വിവാദങ്ങളുടെ ഒക്കെ നടുക്കാണ് മത്സരം. അപ്പോൾ ആന്തൂരിലെ വിഷയം, സാജന്റെ മരണം, കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം, ഇതെല്ലാം ആരോപണമായി ഉയരാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഇതെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞിട്ട് രാഷ്ട്രീയമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടത് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു, വിവാദങ്ങൾക്ക് മുമ്പേ മറുപടി പറഞ്ഞാണ്. ആ മറുപടി മതിയാവും. ഒരു പ്രശ്നമില്ല. കൺവെൻഷൻ സെന്റർ ഒരു പ്രശ്നമില്ല. അത് ഇന്നും യഥാർത്ഥത്തിൽ അതിന് കൃത്യമായ നമ്പർ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും താൽക്കാലിക നമ്പർ കൊടുത്തോണ്ടിരിക്കുന്നു. അല്ല, അന്നുമില്ല, ഇന്നുമില്ല. അല്ല, അന്ന് ഈ ജനങ്ങളെ തണുപ്പിക്കാൻ അതിനെപ്പറ്റിയെല്ലാം കൃത്യമായ യോഗം നടത്തേണ്ടി വന്നു. അതൊന്നും വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് നടപടി എടുക്കും എന്ന് പറഞ്ഞല്ലേ വിശദീകരണം നടത്തിയത്. നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ലേ പാർട്ടി നിലപാട് സ്വീകരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്ക് സീറ്റ് നൽകുക എന്ന് പറഞ്ഞാൽ ഒരു റിവാർഡല്ലേ? അത് സംഭവിച്ചു. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് കേഡർമാരുണ്ടായിട്ടും തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലത്ത് എത്രയോ മത്സരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ആരാണ് ഒരാളെ പറഞ്ഞു? ടി കെ മാസ്റ്റർക്ക് തന്നെ മത്സരിക്കാം. അതാ പ്രശ്നം. എൻ സുകന്യക്ക് മത്സരിക്കാലോ? എൻ സുകന്യ തലമുറല്ലോ. അല്ല, ഇപ്പൊ ജെയിംസ് മാത്യു ആയിരിക്കും മത്സരിക്കാമല്ലോ. ആ മേഖലയിൽ എത്ര പേർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ആയിരിക്കും മത്സരിക്കുക. അതുകൊണ്ട് എന്താ കുഴപ്പം? അതൊക്കെ അവർ തീരുമാനം, അതെല്ലാം ജില്ലാ കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി. യുവജന വിദ്യാർത്ഥി നേതാക്കളെ എപ്പോഴും നിയമസഭയിലേക്ക് അയക്കാറുണ്ടല്ലോ. അപ്പോൾ സനോജിനെ വേണമെങ്കിൽ തലപ്പുറമേൽ മത്സരിക്കാം. എന്തിനാണ് സനോജിന് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാമല്ലോ? പിന്നെ ആരുണ്ടെന്ന് ചോദിച്ചോണ്ട് അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ശ്യാമൾ ടീച്ചർ മത്സരിക്കാൻ ഇറങ്ങുന്നത്, പി കെ ശ്യാമൾ ടീച്ചറുടെ വിലാസം എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്നുള്ളതാണോ? അത് നിങ്ങൾ ഫ്യൂഡലാണ്. ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പങ്കാളികളായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ ഭർത്താക്കന്മാരുടെ പരിഗണനയിലാണ് ഓരോ സ്ഥലത്തും അവരെല്ലാം നിയോഗിക്കുന്നത് എന്നുള്ള ധാരണയുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ സ്ത്രീ വിരുദ്ധമാണ്. ആ സ്ത്രീ വിരുദ്ധ ധാരണയാണ് നിങ്ങളിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധതയാണ്. അത് ഫ്യൂഡൽ ജീർണതയാണ്. കാരണം സ്ത്രീകളുടെ എല്ലാം നിയന്ത്രണം മുഴുവൻ പുരുഷന്മാരാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനില്ലാത്ത സന്ദർഭത്തിൽ സ്ത്രീകളെ നിർത്തിയിട്ട് പുരുഷന്മാർക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് കൃത്യമായിട്ട് ഭരണം നടത്തി പോകാനാണെന്നുള്ളതാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ സ്ത്രീ വിരുദ്ധതയാണ്. പങ്കാളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും തുല്യമാണ്.
ആ തുല്യത ഉള്ളതാണ് ഡെമോക്രാറ്റിക് രീതി. അതിനെ തകർക്കുന്ന, അതിനെ തരിപ്പണമാക്കുന്ന നിലപാടാണ് നിങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് സ്ത്രീവിരുദ്ധ നിലപാട്. ശരി, അല്ല അത് CPM-ന്റെ ഒരു സീനിയർ നേതാവിന്, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് അറിയില്ല എന്നുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പങ്കാളിക്ക് പരിഗണനകൾ കിട്ടിയപ്പോ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയിലേക്കും പരിഗണന വേണ്ടാന്ന് പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് ആര് ഇദ്ദേഹം. അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ TK ഗോവിന്ദമാരുടെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡൻ്റായി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി. മരുമകൾ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവരുടേതായ രീതി തന്നെ കാണണം. അത് TK ഗോവിന്ദമാഷ കെയർ ഓഫിലല്ല. അവിടെ സുലേഖ അവിടെയുള്ളത് TK ഗോവിന്ദമാഷ മരുമകളായിട്ടല്ല, പാർട്ടി കേഡറായിട്ടാണ്. ആ പാർട്ടി കേഡർ എന്ന രീതി തന്നെ കാണണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞ അതും അതിൻ്റെ ഫ്യൂഡലാന്ന് ഞാൻ പറഞ്ഞത്. ഇനി വേണ്ടാന്ന് പറയുന്നത് അതും അതിൻ്റെ അർത്ഥം തന്നെയാണ്. പുരുഷമേധാവിത്വമാണ്. അപ്പോൾ അല്ല, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആയിട്ടുണ്ട്. അവരൊക്കെ ആവേണ്ടി തന്നെയാണ്. ഇനിയും ആവണ്ടേ. അവകാശപ്പെട്ടിരുന്ന കാര്യം അവർ ആയല്ലോ. ഫ്യൂഡൽ മൂല്യബോധങ്ങൾ ആളുകളാണോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് വരുന്നതെന്നുള്ള ചോദ്യം അപ്പോൾ അവിടെ ഉണ്ടാവും. മൂല്യബോധം യഥാർത്ഥത്തിൽ മത്സരം എന്ന് പറയുന്ന ഈ പശ്ചാത്തലത്തിൽ വരികയാണെന്ന അർത്ഥം അതിൻ്റെ. അതാ കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യത്തിലേക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് കടക്കും. നിങ്ങൾ കോൺഗ്രസിന്റെ അകത്തുള്ള മുഴുവൻ കുഴപ്പം മുഴുവൻ നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ നടക്കും. ഇവിടെ വന്ന് പാർട്ടിക്കകത്ത് മുഴുവൻ കുഴപ്പമാണ്. അതുകൊണ്ട് ഇവിടെ വേറെ വഴിയൊന്നും ഇല്ലാതെ മാതൃഭൂമിന്റെ രാഷ്ട്രീയം കാണിക്കാണ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, പാർട്ടി കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യം. അല്ല, ഇവിടെയുള്ള പ്രശ്നം നോക്ക്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളം മുഴുവൻ അവിടുത്തെ പ്രശ്നം, പയ്യന്നൂരിലെ പ്രശ്നം, തളിപ്പറമ്പിലെ നിങ്ങൾ പയ്യന്നൂർ മാത്രം കണ്ണൂരിന്റെ പ്രശ്നം പറയാതെ സുധാകരൻ എന്താ അടിയുള്ളത്? അല്ല, അതും ചർച്ചയാവുന്നുണ്ടല്ലേ. പിന്നെ ഇന്ന് രാവിലെ മുതൽ അതല്ലേ ചർച്ചയാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന ഒറ്റ കാര്യം മാത്രമായിരുന്നു ഇന്നലത്തെ ഒക്കെ ചർച്ച. നിങ്ങൾക്ക് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കണം. അതിനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു കാര്യമില്ല. പാർട്ടി കേഡർമാരാണ് ഇത്. ആയിക്കോട്ടെ. അങ്ങനെയുള്ളവരാണല്ലോ പാർട്ടി നിന്ന് പുറത്താക്കിയത്. പിന്നെ പുറത്തു പോകുമ്പോൾ പുറത്താക്കുന്നല്ലേ? പോകുന്നതുവരെ പുറത്താക്കിയിട്ടില്ലല്ലോ. പുറത്താക്കാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട കേഡർമാർ ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്നതുകൊണ്ടാണ് അത് സംസാരിക്കേണ്ടി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥികളായി, പക്ഷേ ചിലയിടത്ത് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളായില്ല. ഇത് മാത്രമല്ല, പാർട്ടി തന്നെ തീരുമാനിച്ച സ്വതന്ത്രന്മാർ പലരും ഇറങ്ങുന്നില്ല എന്ന് കരുതുന്നു. മന്ത്രി V. അബ്ദുറഹ്മാൻ, അദ്ദേഹം താനൂരിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറയും. അദ്ദേഹമൊക്കെ ഇറങ്ങും. ഇപ്പോൾ ആന്റണി രാജുവിന് മത്സരിപ്പിക്കാൻ പറ്റില്ല, കോടതിയിൽ നിന്ന് ആനുകൂല്യം കിട്ടിയില്ല. അപ്പോൾ ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണല്ലോ, നല്ല ഹൃദയം ഇരിക്കുന്ന സീറ്റാണ്. ആ സീറ്റ് CPM ഏറ്റെടുക്കുമോ? ഇല്ല. ഏത് ഘടകകക്ഷി കൊടുക്കും? കേരള കോൺഗ്രസ് ഇന്ന് വരെയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിധി വരുമെന്ന് വിചാരിച്ചു. ഇന്ന് വിധി വന്നു, അത് സംബന്ധിച്ച് തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അല്ല, ആ സീറ്റ് ആ പാർട്ടിക്ക് തന്നെ ആയിരിക്കും? അതൊന്നും പറയാൻ പറ്റില്ല. ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുള്ളൂ. അത് ചർച്ച ചെയ്തില്ല. ഘടകകക്ഷികളുടെ പല സീറ്റിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ജയിക്കാൻ പറ്റാത്ത ഒരേ ഒരു മണ്ഡലം കോവളമാണ്. കോവളം ഘടകകക്ഷി സീറ്റാണ്. കോവളത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ തീരുമാനിക്കാൻ കഴിയും. ബാക്കി സീറ്റുകളിലൊക്കെ കോവളത്തായില്ല. അല്ല, നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരാളും വന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഭയങ്കരമായ സംഭവം നടന്നുകൊണ്ടിരുന്ന പോലെ സംസ്ഥാന സെക്രട്ടറി അവരോട് പറഞ്ഞു. അപ്പോൾ ഘടകകക്ഷികളുടെ സീറ്റുകളുടെ കാര്യത്തിൽ ഈ സീറ്റുകൾ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ UDF ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളെ ഭൂരിപക്ഷം. ഇനി 3-4-5 സീറ്റുണ്ട്. ആ സീറ്റിൽ ഞങ്ങൾ നാളെയോ മറ്റന്നാളായിട്ട് പ്രഖ്യാപിക്കും. അതിലൊക്കെ ഒരു ധാരണ. ഇപ്പോൾ പാലക്കാട് ഈ ഹോട്ടൽ വ്യവസായി NMR ആണോ? ആരായെന്ന് തിരക്കില്ല. ആരെയും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. തീരുമാനം മലപ്പുറത്തെ 5 സീറ്റ് ഒഴിച്ചിട്ടുണ്ട്. അവിടൊക്കെ പൊതുസ്വതന്ത്രനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ ആളുണ്ടോ എന്ന മട്ടിലൊക്കെ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ ആ മേഖലയിൽ ഉണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ ഫലപ്രദമായിട്ട് ജയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല, അങ്ങനെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയിലായിട്ടില്ല. അപ്പൊ സ്ഥാനാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണമല്ലോ. ഇപ്പൊ വേങ്ങരയിൽ കഴിഞ്ഞ തവണ SDPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ ഇത്തവണ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വേങ്ങരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലേ? ഇല്ല. സബാഹ അയാൾ SDP ഒന്നുമല്ല. SDP ആണ് കഴിഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ SDPIന്റെ പിന്തുണയല്ല, അയാൾക്ക് SDPI ഇല്ല. അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തെ നമ്മൾ പിന്തുണക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഇടതുപക്ഷ സ്വതന്ത്രൻ ഇടതുപക്ഷ സ്വതന്ത്രം തന്നെയാണ്. അപ്പൊ ഇത്തരം സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഒരു നോട്ടക്കുറവ് വന്നു. ഇതൊക്കെ സംസ്ഥാന വ്യാപകമായി ചർച്ചയാവും. നിങ്ങൾക്ക് ഓരോന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യം കണ്ടുപിടിക്കുകയാണ്. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടാണ് ഇതെല്ലാം ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അതേ സമീപനം എല്ലായിടത്തും വേണ്ടി. ഇപ്പോൾ മഞ്ചേശ്വരത്ത് കോൺഗ്രസ് നിന്ന് വന്ന ഒരാൾ ഷാനവാസ് സ്ഥാനാർത്ഥിയാവുന്ന അയാളുടെ അനുയായികളൊക്കെ പ്രതീക്ഷിച്ചു. അയാളെ പിന്തുണച്ചിരുന്ന
പിന്തുണച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് കിട്ടിയേനെ. അത് വേണ്ട. അവിടെ അതേ സമയത്ത് വേങ്ങര ഞങ്ങളുടെ പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. LDF സ്ഥാനാർത്ഥിയൊന്നുമല്ല, ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാതൃഭൂമിന്റെ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടത്. ഈ പറയുന്നത് മഞ്ചേശ്വരത്തോ? അല്ല, മഞ്ചേശ്വരത്ത് ഞാൻ പറഞ്ഞല്ലോ. മഞ്ചേശ്വരത്ത് നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി മാതൃഭൂമി പറഞ്ഞാലും മനോരമ പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്ഥാനാർത്ഥിയുടെ കാര്യം ഇല്ലാതെ കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ? അങ്ങനെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇല്ല. കഴിഞ്ഞ തവണ SDPI പിന്തുണച്ചോ? പിന്തുണക്ക് ആയിരിക്കാം പിന്തുണക്കാൻ പറ്റാത്തതെന്ന്. അദ്ദേഹം SDPI ആണോന്നല്ലേ നോക്കേണ്ടത്? അയാൾ പല ആളുകളും പിന്തുണച്ചിട്ടുണ്ടാവും. ഞങ്ങൾ വേറെ തന്നെയാണ് മത്സരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആരെങ്കിലും പിന്തുണ കൊടുത്തു എന്ന് നോക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭരണ തുടർച്ച ഉണ്ടായാൽ ആര് മുഖ്യമന്ത്രിയാവും? ഭരണ തുടർച്ച ഉണ്ടായാൽ ആര് മുഖ്യമന്ത്രിയാവും? ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യം പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് പ്രചാരണത്തെ പിണറായി വിജയൻ നയിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെയല്ല. അല്ല, ഇപ്പം അതാണ് ഞാൻ വെറുതെ സാങ്കല്പിക ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അതിന് സാങ്കല്പികമായിട്ട് ഉത്തരം പറഞ്ഞു. സാധാരണ ഞാൻ പറയില്ല. ഇവിടെ ഇപ്പോൾ PVയിൽ നിന്ന് ഒരാൾ മാത്രമേ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ചത് PV മെമ്പറായിട്ടുള്ള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുന്നു. ഉറപ്പായിട്ടും മൂന്നാം ടേമിൽ ഇടതുപക്ഷ ജനത്തിനുവേണ്ടി ജയിക്കും. ജയിച്ചാൽ ഉറപ്പായിട്ടും പിന്നെന്താ ആവശ്യമുള്ളൂ. ഓക്കെ, മറ്റ് സ്ഥാനാർത്ഥികളെയും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാണ്. എല്ലാം ഇറങ്ങിയില്ല. ഒരു ഫുൾ കോൺഫിഡൻസിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. UDFന്റെ സ്ഥാനാർത്ഥികൾ നാളെ ആകുമ്പോഴത്തേക്ക് ഫുൾ ആവും നമുക്ക് വിചാരിക്കാം. കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരു ഫുൾ കോൺഫിഡൻസിൽ ഇറങ്ങി ജനങ്ങളെ ബോധിപ്പിക്കാൻ മാത്രമുള്ള സമയം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി 23 ദിവസം പൂർണ്ണമായിട്ട് സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവുമില്ല. മൂന്നാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണത്തിലേക്ക് വരും. അതിനാവശ്യമായ എല്ലാ പശ്ചാത്തലവും കേരളത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങളെല്ലാം പറയുന്ന എല്ലാ കള്ളപ്രചരണങ്ങളെയും എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേയും അഭിമുഖീകരിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരില്ല എന്നാണല്ലോ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നു വരില്ല. പിണറായി വിജയന്റെ അവസാനത്തെ ടേമും ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും ഇത് തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ മുഴുവൻ സ്വർണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കള്ളക്കടത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലുടനീളം അതിശക്തിയായിട്ട് പ്രചരിപ്പിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ തന്നെ അടുത്ത ഗവൺമെൻറ് വന്നാലുണ്ടാവുന്ന ലാവണങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ഓരോരുത്തരും മുന്നിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് 99 സീറ്റ് വാങ്ങിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാമത്തെ ചരിത്രം സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. ഇനി അതിൻ്റെയും ചരിത്രം കുറിച്ചുകൊണ്ട് മൂന്നാമത്തെ ടേമിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയായിരിക്കും. നമുക്ക് ഈ വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ. 23 ദിവസം കഴിയുമ്പോൾ ഈ കേരളം കാണാൻ പോകുന്നു. കഴിഞ്ഞ തവണ എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളും എല്ലാ മാധ്യമങ്ങളും ഭരണ തുടർച്ച എന്നാണ് പൊതുവേ. ആര് പറഞ്ഞു? എല്ലാം നിങ്ങളെല്ലാം എതിരായിട്ട് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് ഒന്നുമല്ല. എല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്.